ഡാഡിയുടെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഡാഡി കാണിച്ചു പറയുന്നല്ല മോളെ. അതിനെതിരെ വേണ്ട നടപടി എടുപ്പിക്കാനുള്ള കാര്യം ഡാഡി ചെയ്യും. അതെ, ഫീസ് വാങ്ങാൻ യുവമാർക്ക് എന്താ ഉത്സാഹം. രക്ഷാർത്ഥാക്കൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി ഫീസ് അടക്കണമെന്ന് യുവമാർക്ക് അറിയണ്ടല്ലോ. അങ്ങ് തോപ്പിക്കുക, അല്ലെങ്കിൽ ടി സി എടുത്ത് വിടുക. അവര് മാത്രമല്ല ആരും ആ സ്കൂളിൽ എങ്ങും പോകില്ല. കുറച്ച് കൂട്ടി പറഞ്ഞോട്ടോ. അതൊക്കെ ഡാഡിക്ക് അറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. ഇല്ല, ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാൻ പോവാണ്. എന്റെ അഭിപ്രായത്തിൽ ക്ലീറ്റോ പോകണ്ടെന്ന് കേട്ടോ. അല്ല, ക്ലീറ്റോ വിചാരിച്ച നടക്കില്ല. ക്ലീറ്റോ നീ ഞാനും എന്റെ പാർട്ടി എന്ത് ചെയ്യാൻ പറ്റുമോ കാണിച്ചു. ഇതുവരെ നിങ്ങൾ പാർട്ടിക്കാർ വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും, ഞാൻ നടക്കുന്ന കാര്യം പറയാം. ക്ലീറ്റോ അമ്പിളിക്കുട്ടൻ ചേട്ടൻ്റെ അടുത്ത് എന്നിട്ട് അനുനയിപ്പിച്ച് അമ്പിളിക്കുട്ടൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അമ്പിളിക്കുട്ടൻ ചേട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തത്. കുറെ പിള്ളേരെ വെളിയിലാക്കി അതിന്റെ കൂട്ട് നിന്നല്ലോ. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചുതരാം. നിരുത്സാഹപ്പെടുത്തല്ലേ. അയ്യോ, നിന്റെ അമ്മക്ക് അങ്ങനെ പിന്തിരിപ്പിയല്ലേ ഒരു പിന്തിരിപ്പി. ഇങ്ങനെ ഒരു ഇതുവരെ ക്ലീറ്റോ വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇത് നടക്കില്ല ആണല്ലോ. പക്ഷെ ക്ലീറ്റോയും ക്ലീറ്റോയുടെ പാർട്ടിയും ഇന്നേ വരെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഈ കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി എന്തും സംഭവിക്കാം. ഇതും കൂടി നടന്നില്ലെങ്കിൽ ഇനി വെല്ലുവിളിക്കാൻ വേറെ അവസരങ്ങളില്ല, പുതിയത് ഉണ്ടാക്കണം. ഇത് നടക്കും. ഇത് ഞാൻ നടത്തി കാണിച്ചിരിക്കും. ഇനി അഥവാ നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ക്ലീറ്റോയുടെ തലയൊക്കെ മുട്ടയടിക്കും. പ്രശ്നം തീരുമല്ലോ. തന്നെ എപ്പോഴും പറയണത്. നടക്കും മക്കളെ, പ്രാർത്ഥിക്ക്. നീ വേണ്ട, അയ്യോ നീ ദൈവത്തെ പ്രാർത്ഥിച്ചോളല്ലേ. എന്റെ പൊന്നുമോള് പ്രാർത്ഥിച്ചോ കേട്ടാ. അവള് കളിക്കുന്നു. ക്ലീറ്റസിനെ പറ്റിയേ നിനക്ക് ഒന്നും അറിയില്ല. ഭാര്യയാണെന്ന് പറഞ്ഞു കൂടെ വേസ്റ്റ്. ആവശ്യമില്ലാത്ത ഇപ്പൊ നോക്കിക്കോ, ഈ കാര്യം നടക്കും. നീ നോക്കിക്കോ. അപ്പൊ അമ്മ ചുമ്മാ